എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? പണ്ടാണ് അടങ്ങിയിട്ട് ബാലറ്റിന് എങ്ങോട്ടാ ഓടുന്നത്? നീ എന്തിനാ ഓടിയത്? ബാലറ്റ് ഓടിയിട്ടാ ഞാൻ ഓടിയത്. നീ എന്തിനാ ഇവന്റെ പുറകെ ഓടിയത്? ഇവൻ ഞങ്ങളുടെ മുന്നിലായതുകൊണ്ട് ഞങ്ങൾ അവന്റെ പുറകിലായതല്ലേ. ബാലറ്റ് ആകെ പ്രശ്നമായിരിക്കും. അയ്യോ എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയാൻ വേണ്ട, മതിയേ മതിയേ. അയ്യോ കേട്ടിട്ട് ഒരു കുടുംബം മൊത്തം മോർച്ചറിയിലാവും. മോർച്ചറിയോ? അതെ, അവരവനെ പൊക്കി. ആരാരെ പൊക്കി? സുകുമാരനെ, ആ ബ്ലേഡ് പാർട്ടി. എപ്പോ? ഇപ്പോ. ഈശ്വര. വാങ്ങിയ പണം 50,000 രൂപ പലിശ അടക്കം തലശ്ശേരി അർച്ചന ടൂർഷോമി കൊണ്ട് കൊടുത്താൽ അവനെ ജീവനോടെ കിട്ടും. ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും. എന്തായാലും ശവം വേണ്ട. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ, എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാ ഇതെവിടെ ഒപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ? മണിയണ്ട എന്തോ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? മണി എത്രയായിരുന്ന? വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വണ്ടി ബാലേട്ടാ ഞാൻ റെഡി. നീ റെഡിയാണല്ലേ? ഹലോ, രാധികയല്ലേ? ഇത് ബാലേട്ടൻ. എന്താ ബാലേട്ട? ഞാനേ ഒന്ന് തലശ്ശേരി വരെ പോവാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്. സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും. ബാലേട്ടൻ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി എന്തും പറയും. പോയാ വണ്ടി ഫുൾ ടാങ്ക് ആണോ? കാൽ ടാങ്കേ കാണൂ. കാലെങ്കിൽ കാലേ എത്തുന്നിടം വരെ എത്തട്ടെ, ബാക്കി നമുക്ക് നടന്നു പോവാം. അപ്പൊ എങ്ങനെ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? പച്ച വെള്ളം പോലും കിട്ടാതെ നീ ഇവിടെ കിടന്ന് നരകിച്ച് ചാകാൻ പോകുന്ന വിവരം നിന്റെ നാട്ടിലറിയുമ്പോ ഏതെങ്കിലും ഒരുത്തൻ കെട്ടിയിടുന്നുള്ളും ഈ ബഷീറിന്റെ കാശുമായിട്ട്. ബഷീർ ഭായി, ഞാൻ വേണ്ട, തൽക്കാലം നീ ഇവിടെ കിടക്ക്. ബഷീർ ഭായി, ഹലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആരാ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. ബേക്കലിലെ പ്രശസ്തമായ മാളേക്കൽ തറവാട്ടിലെ കലന്തൻ ഹാജിയുടെ ഏക മകൻ ബഷീർ അഹമ്മദ്. am I correct? അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ. ചിലരൊക്കെ എന്നെ ബാലേട്ടൻ എന്ന് വിളിക്കും. കോയ അതെടുത്ത് കൊടുക്ക്. ഒരു 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഈ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ പരിപാടി ഒഴിവാക്കാമായിരുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യുമായിരുന്നില്ലേ? പണം കൊണ്ട് പകിട കളിക്കുന്ന ആളാ, അറിയോ? അതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പത്? ബൈ ദ വേ, വേർ ഈസ് സുകുമാർ? ബാലേട്ടാ, ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണല്ലേ? ബഷീറെ, ഒരാളെ ബന്ധനസ്ഥനാക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അമ്മയ്ക്ക്. അതും 9 months and 9 days മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ നേരിട്ട് ജാമ്യം അനുവദിച്ചു കൊടുക്കും. ആ നിലയ്ക്ക് സുകുമാരനെ പൂട്ടിയിടാൻ ബഷീറിന് ആരാണ് അനുവാദം തന്നത്? കാശെണ്ണി വാങ്ങി മുങ്ങി നടക്കുന്ന ഒരു കള്ളനെ പിടിച്ചു പൂട്ടാൻ എനിക്കാരുടെ അനുവാദം വേണ്ട. ബഷീറെ, സുകുമാരൻ എങ്ങനെ കള്ളനാകും? ഒരു ശരാശരി ഇന്ത്യക്കാരൻ ചെയ്യുന്ന കാര്യമല്ലേ സുകുമാരനും ചെയ്തുള്ളൂ. പണം പലിശയ്ക്ക് കടമെടുത്തു. ബഷീറെ, ഇല്ലാതാവുമ്പോ വാങ്ങാനും ഉണ്ടാവുമ്പോ തിരിച്ചു കൊടുക്കാനും ഉള്ളതാണ് പണം. എന്റെ പണം ആ കാറ്റഗറിയിലല്ല, അതെനിക്ക് ആവശ്യമുള്ളപ്പോ കിട്ടണം. ബഷീറിന്റെ പണം എന്ന് പറഞ്ഞാ ബഷീറിന്റെ ഫോട്ടോ വെച്ച് അടിച്ചിറക്കണ പണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരേ ഒരു പണക്കാരനെ ഉള്ളു ബഷീറെ, അത് മറ്റാരുമല്ല, മഹാത്മാഗാന്ധിയാണ്. കൺട്രോൾ യുവർസെൽഫ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? അത് ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് വേണ്ടത് സുകുമാരനെയാണ്, അത് നിങ്ങൾ തരണം. ഓപ്പൺ ദ ഡോർ. ബഷീറെ, കതക് തുറക്ക്. ഇതുപോലൊരു ചീപ്പ് സെറ്റിൽമെന്റിന് വേണ്ടി ദിവസവും ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന എന്നെ പോലെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് വരുത്തിക്കാൻ പാടില്ലായിരുന്നു. മോശമായി പോയി സുകുമാർ, മോശമായി പോയി. അതെ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? അതിങ്ങടെ കാശും ചെക്കും കുഴഞ്ഞു കിടക്കും. ചെക്കല്ലേ പിന്നീട് കാശാകുന്നത്. ചെക്കിന്റെ ഡീലിംഗ്സ് ആവുമ്പോ ബാപ്പ വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ബാപ്പയെ വിളി. കോയ, ബാപ്പയെ വിളി. ബാപ്പ ഇവിടെ സ്ഥലത്തിലിടൂ. എന്നാ ബാപ്പയുള്ള സ്ഥലത്ത് വിളി. ഇവിടെ റേഞ്ച് ഇല്ല. കോയ,
എങ്കിൽ ലാൻഡ് ഫോണിൽ വിളി. കാര്യങ്ങൾ ടപ്പ് ടപ്പ് നടക്കട്ടെ. ചെല്ലേ നോക്കിക്കോണം. ചെല്ലേ ബഷീറേ. അല്ല നിങ്ങൾ പോണില്ലേ? ഇവര് ബോഡി ഗാർഡ്സ് അല്ലേ? അപ്പൊ അവർക്ക് ഇവിടെ ഇങ്ങനെ നിന്നാ മതിയല്ലേ? അല്ല, ഇവരുടെ തന്നെ കൊപ്രാപ്പാണ്ടിയിലെയും മരവിലും ഒക്കെ ഉണ്ട്. അവിടെയും പോയി നിൽക്കാറുണ്ട്. അവിടെയും പോയി നിൽക്കാറേ ഉള്ളൂ. ഭാഗ്യവാന്മാർ. മനുഷ്യരിവിടെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ നിങ്ങളെ പോലുള്ളവർ വെറുതെ നിക്ക. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? അല്ല, ഇനിയും കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിയാനാ? ഒരു പോസ്റ്റ് മാസ്റ്ററുടെ 10-40 കൊല്ലത്തെ സേവനത്തിന്റെ ഔദാര്യമല്ലേ. ഇന്നലെ വരെ PF-ന്റെ കാശ് കിട്ടിയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് വെറുതെ മനക്കോട്ട കെട്ടിയത് മിച്ചം. കവിതമൊക്കെങ്കിലും കുറച്ച് സ്വർണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു മനസ്സിൽ. അത് ഓർത്ത് ഇപ്പോഴേ ഉറക്കം കളയണ്ട. നല്ല തണ്ടും തടിയുള്ള 2 ആങ്ങളമാരുണ്ടല്ലോ അവൾക്ക്. അവരെ വിശ്വസിച്ച് കൈയും കെട്ടി നിന്നാലേ കണക്കായത് തന്നെ. മൂത്തവനെ കൊണ്ട് നാട്ടുകാർക്കെങ്കിലും ഉപകാരമുണ്ട്, രണ്ടാമത്തവനെ കൊണ്ട് ആർക്കെന്ത് ഗുണം? അല്ല, ബാലനെത്തിയില്ലേ? തലശ്ശേരിയിൽ ഏതോ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയതാത്രേ. ഇനി 2 ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി. ഓ, അപ്പൊ ആള് സ്ഥലത്തില്ല. എങ്ങനെ സ്ഥലത്തുണ്ടാവാനാ? ഈ അച്ഛന്റെ അല്ലേ മോൻ? അല്ല, ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീന്റെ കാര്യം എന്തായി? ആ ഇനത്തിലേക്ക് ഒരു 11,000 രൂപ കണ്ണും പൂട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആവൂ, സമാധാനായി. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായാ അത് രാധയ്ക്ക് വലിയൊരു സഹായാവേ. അതെ, പക്ഷെ എന്താ ഏതാന്നറിയാതെ നമ്മൾ പോയി വാങ്ങിയിട്ട് അവസാനം അയ്യടാന്നാവരുതല്ലോ. അതുകൊണ്ട് അക്കാര്യം ബാലനെ ഏൽപ്പിക്കാൻ വെച്ചു. എന്നാ പിന്നെ വാഷിംഗ് മെഷീൻ പോയിട്ട് ഒരു സോപ്പ് പെട്ടി പോലും ഈ കുടുംബത്തിലേക്ക് കിട്ടില്ല. കാര്യം നടക്കണമെങ്കിൽ ആ സുധീനെയും കൂട്ടി അങ്ങ് പോയാ മതി. അച്ഛാ, ഇറങ്ങിക്കോളൂ, കട എത്തി. ഇതെന്തിനാടാ ഇവിടെ കൊണ്ട് നിർത്തിയ? താഴെ വേറെ കട ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വെറും തട്ടിപ്പല്ലേ. അച്ഛനോട് ഒന്ന് കയറി നോക്ക്. ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ലു, ഞാനിതാ വരുന്നു. ഈ വാഷിംഗ് മെഷീൻ വരൂ. ഹലോ ഭാർഗവേട്ടാ, താഴോട്ട് നോക്കിയേ. എന്താ? അതെ, നിങ്ങളുടെ കടയിൽ ഇപ്പൊ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന വെള്ള ഷർട്ടിട്ട കഷണ്ടി തലയില്ലേ, അയാളെ നോക്ക്. ആരത്? എന്റെ അച്ഛനാ, അതായത് ബാലേട്ടന്റെ അച്ഛൻ. അയ്യോ, പുള്ളിക്കാരൻ ഇതിലും കൂടുതൽ മുടി ഉണ്ടായിരുന്നല്ലോ. ഇതെന്ത് പറ്റി? ദോ, എന്റെ അച്ഛന്റെ കഷണ്ടി കാണിക്കാൻ വിളിച്ചല്ല ഞാൻ. കൈ നിറയെ കാശുമായിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പൊ പിടിച്ച കാര്യം നടക്കും. ഇനി ഈ പേരും പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഓക്കെ ഓക്കെ. ഇതെടുത്തോളൂ സാർ, ലേറ്റസ്റ്റ് മോഡലാ, ഫുള്ളി ഓട്ടോമാറ്റിക്. അതുകൊണ്ട് എന്താ കാര്യം? വില ഒതുങ്ങൂലല്ലോ. എന്തായി അച്ഛാ? അല്ല, ഇത് വലിയ കുഴപ്പമില്ല. സാധനം ചെറുതാണെന്നേ ഉള്ളൂ, പക്ഷെ വിലയിൽ ഒതുങ്ങും. ഓ സർ, ബാലേട്ടന്റെ അച്ഛനാണല്ലേ? അതെ. കഴിഞ്ഞ ഡിസംബറിൽ ബാലേട്ടന്റെ ബന്ധത്തിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യയുടെ അനിയത്തിയുടെ. അതിനുവേണ്ടി ബാലേട്ടൻ ഇവിടുന്ന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു. ഓ, അത് ഇവിടുന്ന് വാങ്ങിയതാ? അതെ. നല്ല സാധനം കേട്ടോ. ബാലിന്റെ കൂട്ടുകാരനാ? പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിന്റെ പേരിലെ പകുതി എമൗണ്ട് പോലും വാങ്ങാതെ ഞാൻ സാധനം കൊടുത്തയച്ചത്. പക്ഷെ പിന്നീട് ആളിങ്ങോട്ട് കണ്ടിട്ടില്ല. ഈ ബില്ലിന്റെ കൂടെ ആ ബാലൻസ് എമൗണ്ട് കൂടി ഒന്ന് സെറ്റിൽ ചെയ്ത വലിയ ഉപകാരമായിരുന്നു. അതെങ്ങനെയാ? ആ ബില്ല് വേറെ, ഈ ബില്ല് വേറെ. അച്ഛൻ വാ, നമുക്ക് വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാം. അല്ല, അതിപ്പോ എത്ര വരും ബാലിന്റെ കണക്ക്? 9,500. ഓം ഹരിശ്രീ ഗണപതായ നമഃ. ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പഴവും നേദിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ? നീലാണ്ട, നമ്മുടെ ബാലേട്ടനും സുകുമാരനും അല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ എത്തിയോ? ഞാൻ വിചാരിച്ച അവിടെ സ്ഥിരതാമസം. കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ സ്ഥിരതാമസമായി. അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ, അതെടുത്ത് പണ്ടാരടിക്കാം. ഗണപതിക്ക് ചായ? അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും. എങ്ങനെ? എന്റെ കാര്യം എങ്ങനെയാന്ന്? നിന്റെ കാര്യം നീയല്ലേ തീരുമാനിക്കട്ടെ? ഞാൻ വണ്ടിയുടെ കാര്യ പറഞ്ഞ, മുതലാളിക്ക് കാശ് കൊടുക്കണം. മുതലാളിക്ക് കാശോ? എടാ, കാശുള്ളതുണ്ടല്ലോടാ അയാൾ. ബാലേട്ട കാലത്ത് തന്നെ എന്നെ കൊണ്ട് തൊള്ളത്തൊന്ന് പറയിപ്പിക്കരുത്. ത്രില്ലടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്? ഓൾഡ് ബാലൻസ് അടക്കം പറയണോ? ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ.
ന്യൂ ബാലൻസ്. വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിയിട്ട് 1500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ? നീ ത്രില്ലടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും. എപ്പോ തരും? ഇപ്പം തരൂല, കിട്ടുമ്പം തരും. മതി. എടാ ബാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? അതെ, അതാണ് എന്റെ പേടി. ഗഫൂറെ ഒരു ഡബിൾ എനിക്ക് വേണ്ട. നിനക്കല്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബാലേട്ടാ എന്റെ കാര്യം മറക്കല്ലേ ബാലേട്ടാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ കാണും. എടാ പണം ബാലേട്ടിനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടിനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ ഒരു ചായ താ. നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്? വേണം. അല്ല 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ അതോ ലോട്ടറി? എടാ മണ്ടത്തരം പറയാതെ. ഈ PF എന്ന് പറഞ്ഞാൽ എന്താ? പ്രോവിഡന്റ് ഫണ്ട്. അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് അതാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ. ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രയവിക്രയം നടത്താനുള്ള പരിപാടിയാ. ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട. പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗിലാ. എന്താ നീ എന്നെ ഒന്ന് ആക്കി പറയണ? ഒന്നുമില്ല. അവിടെ നീ കാര്യം പറ. പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല. ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. 5 അടി 5 ഇഞ്ച് സൈസിൽ ഒരു മത്തങ്ങ തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടുപോയതാ. എന്നിട്ട് എന്താവാൻ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയെന്നോ? അതോടനുബന്ധിച്ച് വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക. എന്റെ ഈശ്വരന്മാര്, ഗുണമില്ലാന്ന് തോന്നി അപ്പൊ അപ്പൊ അതോ നാശിപ്പിച്ചു. അത് അവിടെ കൊണ്ടാരടാ പറഞ്ഞത്. എന്നിട്ടാ മാന്തർത്തിക്കൊണ്ട്. അല്ല അതിന് നാളെ വാരിയാ പോരെ? എനിക്കൊരു കല്യാണത്തിന്റെ വീഡിയോ കവർ. മര്യാദയ്ക്ക് അത് വാരാനാ നിന്നോട് പറഞ്ഞത്. വാഴ കൃഷി ഉണങ്ങൂ. അച്ഛാ, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, വേഗം വാ. ഏട്ടൻ അമ്മേ, ഏട്ടൻ വന്നു, വന്നു. നീലണ്ട അതിങ്ങോട്ട് ഇറക്ക. എടാ ശ്രുതി, ഒന്ന് സഹായിക്കടാ. എന്താ? വാഷിംഗ് മെഷീൻ കെൽവിനേറ്റർ, ലേറ്റസ്റ്റ് മോഡല്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി അമ്മേ. അലക്കി ഉണക്കി വെടുപ്പാക്കി കൈ തരും. എടാ ഒന്ന് സഹായിക്കടാ. അച്ഛാ വലുതാണ് അച്ഛാ. അച്ഛന്റെ ചിങ്കില് കുട്ടമാരുന്ന സ്കൂളിൽ പോയില്ലേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഓ, ഇന്നാണോ ആ സാറ്റർഡേ? രണ്ടുപേര് സ്വസ്ഥമായിട്ട് മരുന്ന് കഴിച്ചോട്ടോ. നിനക്കെന്ത് പറ്റി? മുഖത്തൊരു മ്ലാനത. ഓ, വാഷിംഗ് മെഷീൻ കിട്ടിയ എവിടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കു രാധികയെ. നീ ചെല്ലേ. ഇത് അമ്മയ്ക്ക് എന്റെ വക സ്പെഷ്യൽ പങ്കജ് കസ്തൂരി. ചുമക്കും വലിവിനും ബെസ്റ്റ് ആണമ്മേ. അച്ഛന് കുറച്ച് വിത്തുകളാ. വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെ ഒരു പ്രത്യേക തരം മുരിങ്ങയൊക്കെ ഉണ്ടാച്ചാ. ഇത്രേ ആവുമ്പോഴത്തേക്ക് നിറയെ കായ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞ ഒരു അടുക്കളത്തോട്ടത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എത്രയായി? 250 ഉണ്ട്. അതിലും ബാലൻസ്. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ PFന്റെ കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല. അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കള് നന്നെങ്കിൽ ഓക്കെ. ദാ ഇവിടെയൊക്കെ സാധനം ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്തെന്തൊരു മൂടോട്ട് വന്ന് ചോദിക്കട്ടെ. വാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമ്മള് മനസ്സിൽ കണ്ടതോ മാനത്ത് കണ്ടില്ലേ? ഇനി ഈ കടം വിട്ടാ നിങ്ങൾ മാനം കെട്ട് മാനം നോക്കുന്നത് എപ്പോഴാണാവോ? കരുനാക്ക് വളച്ച് എന്തേലും പറഞ്ഞു വെറുതെ മനുഷ്യന്റെ ഉത്സാഹം കെടുത്താതെ. അനുഭവിക്കുമ്പോ പഠിക്കും. അയ്യോ, എന്താ? ഒരു ജീവപര്യന്തത്തിന്റെ കാലയളവ് എത്രടാ? എന്തിനാ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. 12 വർഷം. അതാണ്. അത്രയും വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില് പ്രായത്തില്. അപ്പൊ പാര പണിയുമ്പോ ആ ഒരു സീനിയോറിറ്റി കൂടെ കണക്കിലെടുക്കുന്നത് നല്ലതാണ്. പാരയോ? ഞാൻ ആരെയും പാര വെച്ചിട്ടില്ല. പിന്നെന്തിനാ വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഭാർഗവന്റെ കടയിലേക്ക് തന്നെ പോയത്? അത് പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ. അല്ല, നീ പറഞ്ഞപ്പോ അച്ഛൻ. അതാണ് ശരി. എടാ മോനെ, നീ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഒരിക്കൽ ഗതികെട്ടൊരു നേരത്ത് ഒരു 5000 രൂപ ഞാൻ നിന്നോട് കടം വാങ്ങിച്ചതിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നീ എന്നിൽ നിന്ന് പറിച്ചെടുത്തത് ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ ബജാജ് സ്കൂട്ടറാ.
ഇപ്പൊ ഞാൻ ബസ്സിലും നീ സ്കൂട്ടറിലും. നന്നായി മോനെ, നന്നായി. ഇനി നീ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇപ്പൊ ഇവിടെ ഇറക്കുമതി ചെയ്ത് ഈ വാഷിംഗ് മെഷീനും ഞാൻ കടമായിട്ട് വാങ്ങിയതാ. പക്ഷെ ഈ കടം ഞാൻ വീട്ടില്ല, നീ വീട്ടും. ഞാനോ? അതെ, ടൗണിൽ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒരു കടയുണ്ടല്ലോ, സിറ്റി ഹോം. അവിടെ ഈ സാധനം വാങ്ങിച്ചത്. അപ്പൊ ബില്ലിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ സുധിയുമായിട്ട് സംസാരിച്ചാളാന്നാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്തേക്കണം. അപ്പൊ പറഞ്ഞ പോലെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. ഏട്ടൻ ഞാൻ ഏട്ടനാണ്, അത് മാത്രം.